നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൻഡോ 1 ചാപ്റ്റർ 3 ശ്ലോകം നമ്പർ 36 ആണ്. അപ്പോ ഈ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഹിസ് ഗ്രേസ് കഥാമൃത പ്രഭു ആൻഡ് ഐശ്വര്യ മാതാജി, അവർക്ക് എൻ്റെ വിനീതമായ നന്ദി പറയുന്നു. കാരണം ഞാൻ പ്രഭുവിന്റെ അടുത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞു. കേൾക്കുന്നില്ലല്ലോ പ്രഭു. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഇല്ല, ബാക്കി എല്ലാരും കേൾക്കുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രഭു, കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഇവിടുത്തെ കുഴപ്പമായിരിക്കും. ഞാൻ സാധാരണ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ പ്രഭു പലതവണ നിർബന്ധിച്ചു, പ്രഭു ചെയ്യണം, പുതിയ ആളുകൾ ഇതിലേക്ക് വരണം, ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരങ്ങൾ പ്രഭുവായിട്ട് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ അത്രയും സീനിയറായ ഒരു പ്രഭു നമ്മുടെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ നോ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലാണ് പ്രഭുവിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പ്രഭു അങ്ങനെ ഒരു അവസരം എൻ്റെ അടുത്ത് ഒരു മാസം മുൻപേ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇന്ന ഡേറ്റിലാണ് പ്രഭുവിന് വരുന്നത്, 1 മാസം സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ ഞാനും ഇങ്ങനെ 1 മാസം ഉണ്ടല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ആശയിൽ അങ്ങനെ ഇരുന്നു. പക്ഷെ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് അറിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് അല്ലെങ്കിൽ 2 ദിവസം മുൻപാണ് നമ്മുടെ ആ ഒരു ദിവസം അടുത്ത് വന്നു എന്നുള്ളതൊരു കുറച്ചൊരു അലാമിംഗ് ആയിട്ട് തന്നത്. അപ്പൊ നമ്മളെപ്പോഴും അങ്ങനെ ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് നാളെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ജപ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിലും നമ്മൾ സമയമില്ലാതെ എങ്ങനെയെങ്കിലും ആ റൗണ്ട്സ് തീർക്കാൻ വേണ്ടി ഇന്ന് എങ്ങനെയെങ്കിലും തീർക്കാം, നാളെ തൊട്ട് നമുക്ക് ശരിയായി ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മളിങ്ങനെ ജപിക്കുക. നമ്മളെന്നല്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോ ഞാനും വിചാരിക്കും സംഡേ ഐ വിൽ ചാൻറ്റ് പ്രോപ്പർലി എന്ന് പറയും. അപ്പൊ അതിൽ ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്, ഇങ്ങനെ ആഴ്ചയിലെ 7 ദിവസമുള്ളൂ, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അങ്ങനെ ആഴ്ചയിൽ സംഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഇല്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സംഡേ ഒരിക്കലും വരാൻ പോകുന്നില്ല. അത് അഭിനഹിത്തോ കഭിനഹി എന്ന് ഹിന്ദിയിൽ പറയും. അതായത് ഇപ്പോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യലുണ്ടാവില്ല. നമ്മളെപ്പോൾ നാളത്തേക്കാവാം എന്ന് മാറ്റി വയ്ക്കുന്ന ആ സംഡേ ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോ പ്രത്യേകിച്ചും ഭക്തിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കത് ചെയ്യാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോ ഈ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോടുകൂടി, എൻ്റെ പേര് കൃഷ്ണ സേവദാസ്, ഞാൻ ക്ലാസ്സിലേക്ക് തുടങ്ങുകയാണ്. ക്ലാസ് ആയിട്ട് എടുക്കാനൊന്നും എനിക്ക് അറിയുമെന്ന് അറിയില്ല, കാരണം ഇതെന്റെ ആദ്യത്തെ ഭാഗവതം ക്ലാസ് ആണ് എൻ്റെ ലൈഫിൽ. ഞാൻ ആകെ ഭഗവത്ഗീതയാണ് എടുക്കാറ് സാധാരണ, അതും വളരെ ചുരുക്കം ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളൂ. പിന്നെ പ്രഭു മാതാജിയും അത്രയും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹാവൈഷ്ണവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭാഗവതത്തിനെ അപ്രോച്ച് ചെയ്യാനും അത് ഭാഗവതത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനും സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് എന്നെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് എൻ്റെ നാവിൽ വരാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് അനുഗ്രഹിക്കണം. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി
जयो गिरिवरधारी यशोदनन्दना व्रजजनरञ्जना यशोदनन्दना व्रजजनरञ्जना यशोदनन्दना व्रजजनरञ्जन यमुनतीरा वनचारी जय राधा माधव जय कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव निताय गौर हरि बोल निताय गौर हरि बोल। श्लोक नंबर 36। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवद्गीतोत्तमश्लोके भक्तिर्भवति नैष्टिकी मुखं करोति वाचालं पंकुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरो दीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवम्। सव इदं विश्वममोघलीलः सृजत्यवत्यत्ति न सज्जतेऽस्मिन् भूतेषु चान्दर्हित आत्मतन्द्रः षड्वार्गिकं जिघ्रति षड्गुणेशः सव इदं विश्वममोघलीलः सृजत्यवत्यत्ति न सज्जतेऽस्मिन् भूतेषु चान्दर्हित आत्मतन्द्रः षड्वार्गिकं जिघ्रति षड्गुणेशः सव इदं विश्वममोघलीलः सृजत्यवत्यत्ति न सज्जतेऽस्मिन् भूतेषु चान्दर्हित आत्मतन्द्रः षड्वार्गिकं जिघ्रति षड्गुणेशः। ഇതിന്റെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വായിക്കാം. സഹ പരമപുരുഷൻ, വാ മാറി മാറി സംഭവിപ്പിക്കുക, ഇതം ഈ, വിശ്വം പ്രത്യക്ഷ പ്രപഞ്ചങ്ങൾ, അമോഘലീലഹ കുറ്റമറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ, സൃജതി സൃഷ്ടിക്കുന്നു, അവധി അത്തി സംരക്ഷിക്കുന്നതും ഉന്മൂലനം ചെയ്യുന്നതും, ന ഇല്ല, സജ്ജതേ സ്പർശിക്കുകയാൽ, അസ്മിൻ അവരിൽ,
ഭൂതേഷു എല്ലാ ജീവാത്മാക്കളിലും അന്തർഹിത ഹൃദയാന്തർവർത്തിയായി ആത്മതന്ത്ര ആത്മസ്വതന്ത്രൻ സദ്വർഗികം അദ്ദേഹത്തിന്റെ ഭഗവാന്റെ സർവവിധ വിഭൂതികളാലും പ്രദാനം ചെയ്യപ്പെട്ട ജിഗ്രതി പരിമണ ആസ്വാദനം പോലെ ഉപരിതല അനുബന്ധമായ ഗുണ ഈശഃ ഷഡ് ഇന്ദ്രിയങ്ങളുടെയും അധിപൻ. വിവർത്തനം ഭാവാർത്ഥമായി ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമിശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം: സദാ കളങ്കരഹിതങ്ങളായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഭഗവാൻ ഷഡേന്ദ്രിയങ്ങളുടെ അധിപനും ഷഡ് വിഭൂതികളാൽ പൂർണ്ണ അനന്ത ശക്തിമാനുമാകുന്നു. ലവലേശം പ്രഭാവിതമാകാതെ അദ്ദേഹം പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. നിത്യസ്വതന്ത്രനായി സർവരുടെയും ഹൃദയാന്തർവർത്തിയായി ഭഗവാൻ നിവസിക്കുന്നു. ഭാവാർത്ഥം: ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള പരമവും പ്രധാനവുമായ അന്തരം ഭഗവാൻ സൃഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണ് എന്നതാണ്. ഭഗവത് സൃഷ്ടിയിൽ യാതൊന്നും തന്നെ ശോചനീയമല്ലാത്തതിനാൽ ഇവിടെ ഭഗവാനെ അമോഘലീല എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വയം ആപത്തിൽ അകപ്പെടുന്നു. സമ്പത്ത്, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം എന്നീ ഷഡ് വിഭൂതികളാൽ സമ്പൂർണമായി പരിസേവിതനാകയാൽ ഭഗവാൻ സമസ്ത ഭൗതിക ക്ലേശങ്ങൾക്കും അതീന്ദ്രിയനാകുന്നു. ഇപ്രകാരം ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ അധിപനാകുന്നു. ഭൗതിക പ്രപഞ്ചത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടെടുക്കുവാൻ ഭഗവാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സ്വയം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും കാലോചിതമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു എന്നു മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ ഭഗവാനെ ലവലേശം ബാധിക്കുന്നില്ല. പരിമളം വമിക്കുന്ന പദാർത്ഥവുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെടാതെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുന്നത് പോലെ ഭഗവാൻ ഉപരിപ്ലവമായി മാത്രമേ ഈ ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുന്നുള്ളൂ. ആകയാൽ സർവ്വവിധ കഠിന പ്രയത്നത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ തന്നെയും അദൈവിക പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കുവാൻ സാധ്യമാകുന്നില്ല. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠാവബോധേ ശ്രീമതി സംഘർഷ നമോ നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय. नमाचार्य श्रील हरिदास ठाकुर की जय. ताय गौर प्रेमानंदे. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകത്തില് ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ ഷഡ് ഐശ്വര്യങ്ങളെ കുറിച്ചും ഭഗവാന്റെ പ്രത്യേകത, ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള പ്രത്യേകതയെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതിനു മുൻപുള്ള ശ്ലോകത്തിൽ ഇന്നലെ നമ്മൾ കേട്ടു, വേദനെ പോലെ അജന്യനും അകർമ്മണ്യനുമായ ഹൃദയേശ്വരന്റെ ജനനവും കർമ്മങ്ങളും പണ്ഡിതന്മാർ ഇപ്രകാരം വിശദമാക്കുന്നു. എപ്രകാരമാണോ പണ്ഡിതന്മാർ വിശദമാക്കുന്നത് ആ വിശദീകരണങ്ങളാണ് ഈ വരുന്ന 2-3 ശ്ലോകങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഭഗവാന്റെ ജനനവും കർമ്മവും അത്രയും വിശേഷപ്പെട്ടതാണെന്ന് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി. കൂടാതെ ഭഗവത്ഗീതയിലും ആ ശ്ലോകത്തിൽ പറയുന്ന ശ്ലോക നമ്പർ ഓർമ്മയില്ല, ജന്മകർമ്മചമേ ദിവ്യം. ആ ശ്ലോകത്തിൽ എൻ്റെ ജനനവും കർമ്മങ്ങളും മനസ്സിലാക്കുന്നവർ ഈ ഭൗതിക അസ്തിത്വത്തെ അതിജീവിക്കുമെന്നും എൻ്റെ ധാമത്തിലേക്ക് എത്തുമെന്നും ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അപ്പോ ഏകദേശം അതേ രീതിയിലുള്ള ശ്ലോകമാണ് ഇവിടെയും വരുന്നത്.
ഭഗവാന്റെ കർമ്മങ്ങളും ഭഗവാന്റെ പ്രത്യേക ഗുണങ്ങളെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ഒരു പ്രത്യേക ഒരു ഭാഗത്തിൽ പറയുന്നു, ഭൂതേഷു ചാന്തർഹിത ആത്മതന്ത്ര. അത് പറയുന്നത് ഞാൻ ഭൂതേഷു എല്ലാ ജീവാത്മാക്കളിലും അന്തർഹിത ഹൃദയാന്തർവർത്തിയായി ഞാൻ വർത്തിക്കുന്നു എന്ന് ഭഗവാൻ വീണ്ടും പറയുന്നു. അതും നമ്മൾ ഭഗവത്ഗീതയിൽ 9:15 കേട്ടിട്ടുള്ള ഒരു ശ്ലോകം തന്നെയാണ്. സർവസ്യ ചാഹം ഹൃദയസന്നിവിഷ്ടോ, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നു. കൂടാതെ ഭാഗവതത്തിലുള്ള ഈ ശ്ലോകത്തിലും ഭഗവാൻ അത് എടുത്തു പറയുന്നുണ്ട്. ഭൂതേഷു ചാന്തർഹിത ആത്മതന്ത്ര എന്ന വരിയിലൂടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോ ഈ ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ശ്രീല പ്രഭുപാദ് ഈ പർപ്പട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള പരമവും പ്രധാനവുമായ അന്തരം ഭഗവാൻ സ്രഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണ് എന്നതാണ്. അപ്പോ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാൻ സ്രഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശ്രീല പ്രഭുപാദ് ആദ്യത്തെ വരിയിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭൗതിക ലോകത്തിൽ എത്തിപ്പെടുന്ന ഓരോ ജീവാത്മാവും ഈ തത്വത്തെ മറന്നു പോകുന്നു. കാരണം അവര് കരുതുന്നത് താൻ തന്നെയാണ് സൃഷ്ടികർത്താവ്, താൻ തന്നെയാണ് ഇതിന്റെ എല്ലാം ആസ്വാദകൻ എന്നുള്ള ഒരു മൂഢമായ ഫാൾസ് ഈഗോയിലാണ് നമ്മളെല്ലാവരും ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദ് ഈ ആദ്യത്തെ വരിയിൽ തന്നെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള പരമവും പ്രധാനവുമായ അന്തരം. പരമവും പ്രധാനവുമായ, അപ്പൊ അതിനത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത് പരമപ്രധാനം എന്ന് ശ്രീല പ്രഭുപാദ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജീവാത്മാക്കൾ സൃഷ്ടികളും ഭഗവാൻ സ്രഷ്ടാവുമാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ അത് മറന്നു പോകുന്നു. നമ്മൾ വിചാരിക്കുന്ന ഞാനാണ് എൻ്റെ ഈ മക്കളെ, ഞാനാണ് ഈ കാണുന്ന ഭക്ഷണ, ഞാനാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകൾ പണിയുന്നതും, ഞാനാണ് എൻ്റെ വീടിൻ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഞാനാണ് ഈ കാണുന്ന വയലുകളുടെയും അല്ലെങ്കിൽ ഈ കൃഷിഭൂമികളുടെയും എല്ലാം ഉടമസ്ഥൻ, ഞാനാണ് എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതും, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ പൈസയെല്ലാം സമ്പാദിക്കുന്നതും, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനും ഇത് ആസ്വദിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാള് ഞാനാണെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ അത് വളരെ ഒരു തെറ്റായൊരു കാര്യമാണ്. കാരണം ഈ ഒരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരാൻ തന്നെ ഒരു കാരണം. കാരണം ഭഗവാന്റെ ആത്മീയ ലോകത്തിൽ നമ്മൾ ഭഗവാനോടൊപ്പം ഇരുന്നിരുന്ന ആത്മാക്കളാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് ഭഗവാൻ മാത്രം ആസ്വദിക്കുന്നു, നമ്മളും ആസ്വദിക്കണ്ടേ, നമുക്കും ആസ്വദിക്കണ്ടേ എന്ന് ചിന്ത വന്നപ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നതും ഈ ഭൗതിക ലോകത്തിലെ ആസ്വാദനം വളരെ ഉന്നതമായി നമ്മൾക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. കാരണം ആത്മീയ ലോകത്തിൽ നമ്മളെപ്പോഴും ഒരു സേവന മനോഭാവത്തിലാണ് നിൽക്കുന്നത്. നമുക്കൊരാളെ സേവിക്കാനുള്ള മനോഭാവം നഷ്ടപ്പെടുകയും സേവിക്കാനുള്ള ഭാവം നഷ്ടപ്പെട്ട് ആ സേവനം സ്വീകരിക്കാനുള്ള ഒരു ഭാവം വരുന്ന സമയത്താണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. കാരണം ആത്മീയ ലോകത്തിൽ സേവനം മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ സേവനം സ്വീകരിക്കുന്ന ആള് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകന്മാരാണ്. ജീവേര സ്വരൂപഹായ് കൃഷ്ണേര ദാസന്മാരാണ്. ആ തത്വം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന സമയത്താണ് നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതും ഈ ഭൗതിക ലോകം വളരെ സന്തോഷം നിറഞ്ഞതുമാണെന്ന് നമ്മൾ കരുതുകയും ഇവിടെ വന്നാൽ നമുക്ക് ഭഗവാനെ പോലെ ആസ്വദിക്കാം എന്ന് കരുതിയുമാണ് നമ്മൾ
ഈ ഭൗതിക ലോകത്തിൽ വരുന്നതും. പക്ഷേ ഈ ഭൗതിക ലോകത്തിലെ നിരവധി ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലൂടെയും ഉണ്ടാകുന്ന മനോക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഈ ഭൗതിക ലോകം അത്രയും നമ്മൾ ആത്മീയ ലോകത്തിൽ നിന്ന് കണ്ടതുപോലെ, അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് നമ്മൾ വിചാരിച്ചതുപോലെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് അത്രയും സന്തോഷമില്ല. പകരം ഇവിടെ ദുഃഖമാണ്, അല്ലെങ്കിൽ കഠിനമായ ക്ലേശമാണ്. പലതരത്തിലുള്ള ഭൗതികമായ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഇവിടെ ജീവിക്കുന്നവർ. നമ്മളും അതിലൊരാളായി ഇവിടെ പെട്ടുപോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. മറിച്ച് ആത്മീയ ലോകത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഒരു മനസ്സില്ല. നമുക്ക് സ്വയം മറ്റുള്ളവർ നമ്മളെ സേവിക്കണം, നമുക്ക് ആ സേവനം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ആത്മീയ ലോകത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോഴോ ഇവിടെ സർവം ദുഃഖമയം. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം അത് ദുഃഖത്തിലേക്ക് വന്നു ചേരുന്നു. നമ്മൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല തരത്തിലുള്ള ദുഃഖങ്ങളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതിനിടയ്ക്ക് വളരെ ചെറിയ ചെറിയ സന്തോഷങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ കണികയിൽ പിടിച്ചു തൂങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഇന്ന് ഇത്ര ക്ലേശമാണെങ്കിലും നാളെ എനിക്ക് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നാളെ എനിക്ക് ആസ്വദിക്കാൻ കഴിയും. ഞാൻ ഇത്രയും സമ്പാദിക്കുമ്പോൾ എനിക്ക് ഒരു 50 വയസ്സാകുമ്പോൾ എനിക്ക് എന്റെ ജോലിയെല്ലാം ഈ ക്ലേശങ്ങളെല്ലാം നിർത്തി എനിക്ക് ഞാൻ സമ്പാദിച്ചു വെച്ച പൈസ കൊണ്ട് എനിക്ക് ജീവിതം ആസ്വദിക്കാം എന്ന് ഞാൻ കരുതി ആ ഒരു ആഗ്രഹത്തിലാണ് പല ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആസ്വാദനം എന്നത് ശ്രീല പ്രഭുപാദ് ഒരു പർപ്പറ്റിൽ പറയുന്നത്, ഒരു കുറ്റവാളിയെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ശിക്ഷാരീതിയാണ്. ഒരു കുറ്റവാളിയെ ഒരു കസാരയിൽ കെട്ടിവെക്കും. എന്നിട്ട് ഒരു വെള്ളം നിറഞ്ഞ ഒരു ടാങ്കിലേക്ക് അയാളെ മുക്കിയിടും. അയാൾ ശ്വാസം കിട്ടാതെ പെടയുന്ന സമയത്ത് മാത്രം അയാളെ ഉയർത്തും. ആ കുറച്ച് സമയത്തേക്ക് അയാൾക്ക് ശ്വാസം വലിക്കുകയും അയാൾ വളരെ ആശ്വസിക്കുകയും ചെയ്യും ആ സമയത്ത്. എന്നിട്ട് വീണ്ടും അയാളെ താഴ്ത്തും. എന്നിട്ട് വീണ്ടും കുറച്ചു നേരം വെള്ളത്തിൽ മുക്കി വെക്കുകയും വീണ്ടും ശ്വാസം കിട്ടാതെ പിടയുന്ന സമയത്ത് മുകളിലേക്ക് വലിച്ചുയർത്തുകയും ചെയ്യും. ആ കുറച്ചു സമയം അയാൾ ആസ്വദിക്കുന്ന ആ ഒരു മാത്രയിലുള്ള ഒരു ആസ്വാദനത്തെ പോലെയാണ് ഭൗതിക ലോകത്തിൽ ഓരോ ജീവാത്മാക്കളും ഇന്ദ്രിയ ആസ്വാദനം ആസ്വദിക്കുന്നത് എന്നാണ് ശ്രീല പ്രഭുപാദ് ഒരു പർപ്പറ്റിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ബാക്കി സമയങ്ങളെല്ലാം നമ്മൾ കഠിനമായ ക്ലേശത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും പലതരത്തിലുള്ള ക്ലേശങ്ങൾക്കിടയിലും കിട്ടുന്ന ചെറിയ ചെറിയ ആശ്വാസം, ഈ പറഞ്ഞതുപോലെ ആ വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ കിട്ടുന്ന ഒരു കുറച്ച് സെക്കൻഡുകൾ നേരം കിട്ടുന്ന ആ ഒരു ആശ്വാസത്തിലാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്, ഒരു ഹോപ്പ്, പ്രതീക്ഷ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്തിൽ എന്നാണ് ശ്രീല പ്രഭുപാദ് പർപ്പറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ വരിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനും ജീവാത്മാക്കളും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, പരമപ്രധാനമായ വ്യത്യാസം എന്ന് പ്രത്യേകം പ്രഭുപാദ് പറയുന്നത് ഭഗവാൻ സൃഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണെന്നാണ്. ആ ബോധം എപ്പോഴാണോ നമുക്കുണ്ടാകുന്നത്, നമ്മൾ സൃഷ്ടാവല്ല, നമ്മൾ സൃഷ്ടാവിന്റെ സേവകന്മാരാണ് എന്ന മനോഭാവം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ അസ്തിത്വത്തിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. ഭഗവത് സൃഷ്ടിയിൽ യാതൊന്നും തന്നെ ശോചനീയമല്ലാത്തതിനാൽ ഇവിടെ ഭഗവാനെ അമോഘലീല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭഗവത് സൃഷ്ടിയിൽ യാതൊന്നും ശോചനീയമല്ല എന്ന് പ്രത്യേകം പറയുന്നു. അതുകൊണ്ട് ഭഗവാനെ അമോഘലീലഹ എന്ന വാക്കുകൊണ്ട് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അമോഘലീലഹ അതായത് കളങ്കങ്ങളൊന്നുമില്ലാത്തവൻ എന്നാണ് പറയുന്നത്, ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാന്റെ സൃഷ്ടിയിൽ കളങ്കങ്ങളും ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഈ കളങ്കങ്ങളെല്ലാം വരുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരാം. എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്, പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഭഗവാന്റെ സൃഷ്ടികൾ പൂർണ്ണമാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഇത്തരം കളങ്കങ്ങൾ വരുന്നത്? എപ്പോഴാണോ നമ്മൾ ശുദ്ധ സത്വ ഗുണത്തിലിരിക്കുന്നത് ആ സമയത്ത്
നമ്മൾ നമ്മുടെ യഥാർത്ഥ ഗുണത്തെ മനസ്സിലാക്കുന്നു. സത് ചിത് ആനന്ദ എന്ന് പറഞ്ഞ ജീവാത്മാവിന്റെ യഥാർത്ഥ ഗുണത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് എപ്പോഴാണ് നമ്മൾ ഭൗതിക ലോകത്തിലെ 3 ഗുണങ്ങളിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ആ സമയത്ത് നമ്മൾ നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തെ മറക്കുകയും നമ്മൾ നമ്മളാണ് ആസ്വാദകൻ, നമ്മളാണ് യജമാനൻ എന്ന തെറ്റായ ധാരണയിൽ വരുമ്പോഴും നമ്മൾ അപൂർണന്മാരാകുന്നു. കാരണം നമ്മൾ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ കീഴിലേക്ക് വരുന്നു. എപ്പോഴാണോ നമ്മൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ കീഴിൽ വരുന്നത്, അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. കാരണം നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ അപൂർണമാണ്. നമ്മുടെ കാഴ്ച ഒരു പരിധിവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, കേൾവിയും ഒരു പരിധിവരെ കേൾക്കാൻ പറ്റുള്ളൂ, അതുപോലെ പല കാര്യങ്ങളും. പക്ഷേ യഥാർത്ഥ ആത്മാവിന് ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. കാരണം ഭഗവാന്റെ അംശമാണ് ആത്മാവ്. ക്വാളിറ്റിയിൽ തുല്യനാണ്, ക്വാണ്ടിറ്റി വൈസ് വളരെ അണുമാത്രനാണ് ആത്മാവ്. അതെല്ലാം നമുക്കറിയാം. കാരണം ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഈ ആത്മാവിലും കാണും. അത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു തോതിലാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ പരിപൂർണമായ സൃഷ്ടി തന്നെയാണ്. ജീവാത്മാക്കൾ പരിപൂർണ സൃഷ്ടിയാണ്, ഭഗവാന്റെ ഒരു കുറ്റവുമില്ലാത്ത സൃഷ്ടിയാണ്. പക്ഷേ എപ്പോഴാണോ നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതും ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അധീനപ്പെടുന്നതും, ആ സമയത്ത് നമ്മൾ ഭൗതിക ഇന്ദ്രിയങ്ങളുടെ അണ്ടറിൽ നമ്മൾ വരുമ്പോൾ ഈ ജീവാത്മാവ് കരുതുന്നതാണ് നമ്മൾ അപൂർണരാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ അപൂർണരല്ല, ഭഗവാന്റെ ഒരു സൃഷ്ടിയും അപൂർണമല്ല എന്നാണ് നമ്മൾ ഈ 2ാമത്തെ ലൈനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഭഗവത് സൃഷ്ടിയിൽ യാതൊന്നും തന്നെ ശോചനീയമല്ലാത്തതിനാൽ ഇവിടെ ഭഗവാനെ അമോഘലീല എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വയം ആപത്തിൽ അകപ്പെടുന്നു എന്ന് പ്രത്യേകം പറയുന്നു. ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആരാണ് ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ? തീർച്ചയായും ജീവാത്മാക്കൾ, അതായത് നമ്മളെ പോലെയുള്ള ആളുകളാണ് ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ. അവർക്ക് ഭഗവാനുമായി ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമില്ല. കാരണം ഭഗവാൻ സർവ്വ ആസ്വാദകനാണ്. നമ്മൾ അവർക്ക് ഭഗവാനെ സേവനം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. നമുക്ക് സേവനം ചെയ്യാൻ താല്പര്യമില്ല എന്ന മനോഭാവമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നതും നമ്മൾ ഈ കാണുന്ന കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നോക്കിയാൽ തന്നെ ഏത് ജീവജാലങ്ങളിൽ നോക്കിയാലും കുഴപ്പമുണ്ടാക്കുന്ന ഒരേ ഒരു സ്പീഷീസ് അത് ഹ്യൂമൻ മാത്രമാണ്. കാരണം മറ്റ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ പോലും നമ്മൾ അവതാളത്തിലാക്കി. പണ്ട് കാലത്തൊക്കെ കാട്ടിൽ ഒരുപാട് വന്യമൃഗങ്ങളും എല്ലാം, പുഴകളും, നിറഞ്ഞൊഴുകുന്ന പുഴകളും വയലുകളും, അങ്ങനെ ഒരുപാട് ഫലഭൂയിഷ്ടമായി നിന്നിരുന്ന ഭൂമി ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് മനുഷ്യൻ മാത്രമാണ്. ഇന്ന് ഡീഫോറസ്ട്രേഷൻ, അതായത് കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു, പിന്നെ ആ കുന്നുകളും മലകളും എല്ലാം ഇടിച്ച് വലിയ ക്വാറികൾ ഉണ്ടാക്കുന്നു. തൽഫലമായി നമ്മളിപ്പോൾ കണ്ടതുപോലെ വയനാട് സംഭവിച്ചതുപോലെ വലിയ ലാൻഡ് സ്ലൈഡുകളും വലിയ അപകടങ്ങളും സംഭവിക്കുന്നു. അതുകൂടാതെ അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ആഹാരത്തിലുള്ള പൊല്യൂഷൻസ്, വെള്ളത്തിലുള്ള പൊല്യൂഷൻ എന്നുവിധ സകലവിധ ഈച്ച് ആൻഡ് എവറി എന്താ പറയാ, ആ ഒരു ഇതിൽ മലിനമാക്കാതെ വിട്ട ഒന്നുമില്ല. മനുഷ്യനാൽ മലിനീകരിക്കപ്പെടാത്ത ഒന്നും ഈ ഭൗതിക ലോകത്തിലില്ല. എന്തിനേറെ പറയുന്നു, നമ്മൾ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മൾ റോക്കറ്റ് എല്ലാം വിടുന്ന ആ ഭാഗമുണ്ടല്ലോ, ഈ എന്താ പറയാ, നമ്മുടെ ഉപഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം വരെ നമ്മൾ മലിനീകരിച്ചു. കാരണം നമ്മുടെ ഉപേക്ഷിക്കപ്പെട്ട ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ അന്തരീക്ഷത്തിലെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ മലിനീകരിച്ചു. കടലിൽ നമ്മൾ മലിനീകരിച്ചു. കടലിലെല്ലാം ടൺ കണക്കിനാണ് പ്ലാസ്റ്റിക്കുകൾ വന്നടിഞ്ഞു കൂടിയിരിക്കുന്നത്. കടലിലുള്ള ജീവജാലങ്ങളെല്ലാം പ്ലാസ്റ്റിക്കുകളാണ് ഇപ്പോൾ അവരുടെ വയറിനകത്ത് വരുന്നത്. അങ്ങനെ സകലവിധ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യരാണ്. ഒരേ ഒരു കുലം മാത്രമാണ് ഇത്രയും സർവനാശം ഈ ലോകത്തിനുണ്ടാക്കിയിരിക്കുന്നത്.
ഇവിടെ പറയുന്നു, ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വയം ആപത്തിൽ അകപ്പെടുന്നു. എങ്ങനെയാണ് നമ്മൾ സ്വയം ആപത്തിൽ അകപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മൾ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, പണം സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റു ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ വനങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. അതുമൂലം ഭൗതിക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ഋതുക്കളെല്ലാം മാറി മറഞ്ഞു. വെള്ളപ്പൊക്കം, പിന്നെ പല വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവജാലങ്ങളെയെല്ലാം നമ്മൾ കൊന്നൊടുക്കി, ചാവാത്തതിനെ എല്ലാം പിടിച്ച് നമ്മൾ എന്താ പറയാ അതിൽ കൊണ്ടിട്ടു. പിന്നെ കാട്ടിലൊന്നും പിന്നെ വന്യമൃഗങ്ങളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. അവരെല്ലാവരും ചത്തൊടുങ്ങി. ഉള്ള ബാക്കി വന്നതിനെ 3-4 എണ്ണത്തിന് നമ്മൾ മൃഗശാലയിലും കൊണ്ടിട്ടു. അങ്ങനെ ആ വന്യജീവികളെല്ലാം നാമാവശേഷമായി. ഈ പറഞ്ഞ വയലുകളും അല്ലെ മറ്റു പല എന്താ പറയാ ഭൂമിയുടേതായിട്ടുള്ള എല്ലാ സൗന്ദര്യവും നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്വയം ആപത്തിൽ വന്നുപെട്ടിരിക്കുന്നു എന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഭഗവത് സൃഷ്ടിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ സ്വയം ആപത്തിൽ അകപ്പെടുന്നു എന്ന് പ്രത്യേകം പറയുന്നു. നമ്മൾ സ്വയം ആപത്തിൽ അകപ്പെട്ടു. ഇനി നമ്മൾക്ക് അതിലൊരു മോചനം, ഈ ഭൗതിക ലോകത്തിനെ നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു ശ്രമകരമായ കാര്യമാണ്. കാരണം കൃഷ്ണാബോധത്തിൽ ഏർപ്പെടാത്ത ആ കാലത്തോളം ഈ ഭൗതിക ലോകം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിന് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം, ബാക്കി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെയും പറഞ്ഞു കൊടുത്ത് അവരെയും ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ലോകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം ഇത് ഓൾറെഡി അങ്ങനെ സെറ്റായി കഴിഞ്ഞു. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പത്ത്, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം എന്നീ ഷഡ് വിഭൂതികളാൽ സമ്പൂർണമായി പരിസേവിതനാകയാൽ ഭഗവാൻ സമസ്ത ഭൗതിക ക്ലേശങ്ങൾക്കും അതീന്ദ്രിയനാകുന്നു. ഇവിടെ ഭഗവാന്റെ ഓപ്പുലൻസിനെ പറ്റിയാണ് പറയുന്നത്. ഭഗവാന്റെ ഓപ്പുലൻസിനെ എന്ത് മലയാളത്തിൽ പറയും? ഭഗവാന്റെ ഐശ്വര്യം പ്രഭു, ഐശ്വര്യം. യെസ്, ശരി മാതാജി, താങ്ക് യു മാതാജി. ഭഗവാന്റെ ഷഡ് 6 ഐശ്വര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രഭുപാദ് വിവരിക്കുന്നത്. സമ്പത്ത്, ശക്തി, കീർത്തി, സൗന്ദര്യം, ജ്ഞാനം, പരിത്യാഗം. അപ്പൊ ഈ 6 ഐശ്വര്യങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വ്യക്തി ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഭൗതിക ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ധനികനായ ജെഫ് ബെസോസ്, ആമസോൺ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന അദ്ദേഹം, ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണെന്ന് തോന്നുന്നു. അതോ എലോൺ മസ്ക് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇവർ 2 പേരും ആരോ ആണ്. അവരെ നോക്കിയാൽ നമുക്ക് കാണാം അവരിൽ ഒരുപാട് സമ്പത്തുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരാണ് അവർ. പക്ഷെ അവരിൽ ഏറ്റവും ശക്തരല്ല അവർ, ഏറ്റവും സൗന്ദര്യവാനല്ല, ഏറ്റവും ജ്ഞാനവാനുമല്ല, ഏറ്റവും പരിത്യാഗമുള്ളവരുമല്ല. അവരാരും പരിത്യാഗികളല്ല. അപ്പോൾ ഈ 6 ഗുണങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ഉന്നതമായ, ഏറ്റവും കൂടിയ അളവിൽ വരുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഭഗവാൻ മാത്രമാണ്. ഭഗവാനാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അത് നമുക്ക് അറിയാം. പലപ്പോഴും ഭഗവാൻ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഗോഡ് ഈസ് ഗ്രേറ്റ്. എത്രമാത്രം ഗ്രേറ്റ് ആണെന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല. ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, അതിന്റെ ഡെപ്ത് നമുക്ക് 6 കാര്യങ്ങളൊന്നും കൂടെ പറയൂ. ആക്ച്വലി താങ്കളുടെ വോയിസ് വളരെ ഡൗൺ ആണ്. നോട്ട് ഏബിൾ ടു ഹിയർ യു. കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഒട്ടും തന്നെ സൗണ്ട് ഇല്ല. 6 കാര്യങ്ങളൊന്ന് പറയുമോ? ഓക്കെ, ശരി മാതാജി. ഭഗവാന്റെ 6 ഐശ്വര്യങ്ങൾ എന്ന് വെച്ചാൽ, സമ്പത്ത്, ഏറ്റവും സമ്പന്നനായവൻ, ഏറ്റവും ശക്തിമാനായവൻ. രണ്ടാമത്തത് ശക്തി. ആദ്യത്തേത് സമ്പത്ത്, 2 ശക്തി, 3 കീർത്തി, ഏറ്റവും കീർത്തിമാനായ വ്യക്തി, 4 സൗന്ദര്യം, ഏറ്റവും സൗന്ദര്യവാനായ വ്യക്തി, 5 ജ്ഞാനം, ഏറ്റവും ജ്ഞാനവാനായ വ്യക്തി, 6 പരിത്യാഗം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്.
എന്നാൽ ഭഗവാൻ അതിലൊന്നും യാതൊരു താല്പര്യവുമില്ല, എല്ലാം പരിത്യജിച്ച വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിത്യാഗം എന്ന് പറഞ്ഞാൽ, കാരണം നമുക്ക് ചെറിയൊരു കാര്യം, ചെറിയ സമ്പത്തുണ്ടെങ്കിൽ കൂടി നമുക്കത് പരിത്യജിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളത് എന്റേതാണ്, നമുക്ക് ആസ്വദിക്കാനാണ് അത് നമ്മൾ ഉണ്ടാക്കിയത് എന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഈ സകല ചരാചരങ്ങളും, ഈ കാണുന്ന സർവ്വ ലോകങ്ങളും ഭഗവാന്റെ കീഴിലാണ്. എങ്കിലും ഭഗവാൻ അതിലൊന്നും ആകൃഷ്ടനല്ല. ഭഗവാന്റെ ലീലകളുമായി മുന്നോട്ട് പോകുന്നു. അതാണ് ഭഗവാന്റെ ഗ്രേറ്റ്നെസ്. നമുക്കിപ്പോ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്കറിയാം. ഇപ്പോ പല ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് നരേന്ദ്രമോദി ഗ്രേറ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം എത്രമാത്രം ഗ്രേറ്റ് ആണ് എന്ന് നമ്മൾ അദ്ദേഹത്തെ അടുത്തറിയുമ്പോൾ, അദ്ദേഹവുമായി ഇടപഴകുമ്പോൾ, അദ്ദേഹവുമായി ഒരു സൗഹൃദം സമ്പാദിക്കുമ്പോൾ, അദ്ദേഹത്തെ സേവിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ഗ്രേറ്റ്നെസ്, അദ്ദേഹം നമ്മുടെ മേൽ കൂടുതൽ കാരുണ്യവാനാവും, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ അദ്ദേഹത്തെ സേവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ബന്ധം വരുന്ന സമയത്ത് മാത്രമേ ആ ഗ്രേറ്റ്നെസ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും, ഇങ്ങനെ ഒരാളുണ്ട്, ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ ആ ഗ്രേറ്റ്നെസ് കൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം? നമ്മൾ ആൾ ഗ്രേറ്റ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ എപ്പോഴാണോ നമ്മൾ ആ ഗ്രേറ്റ് ആയിട്ട വ്യക്തിയുമായി നമ്മളൊരു ബന്ധം സ്ഥാപിക്കുന്നത്, ആ സമയത്താണ് നമ്മൾ ആ ഗ്രേറ്റ്നെസിന്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, അല്ലെ? നമ്മളിപ്പോ നരേന്ദ്രമോദി എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണെന്ന്, ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സുഹൃത്തായി മാറിയെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പലതരം നമ്മൾക്ക് മേലെ പല കാരുണ്യങ്ങളും നമുക്ക് ലഭിക്കും. കാരണം എന്റെ സുഹൃത്തായതുകൊണ്ട്, ഓ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണല്ലോ, നീ അങ്ങനെ ചെയ്യണ്ട, നീ ഇത് ചെയ്തോ, നീ ഇന്നത് എടുത്തോ, നീ അത് നോക്കിക്കോളൂ, ഇങ്ങനെ അദ്ദേഹം പലതരത്തിലുള്ള ഫേവറുകളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. എന്നതുപോലെ ആ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് നമ്മൾ അറിയുന്നത് ഭഗവാനായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ്. അതല്ലാത്തടത്തോളം കാലം ഭഗവാൻ അവിടെ ഉണ്ടാവും, നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ആ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഓരോ ജീവാത്മാവിന്റെയും ലക്ഷ്യം. കാരണം ആ ബന്ധം മറന്നുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വരാൻ ഇടയായത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിലെ കഠിനമായ ജീവിതാവസ്ഥകൾ മടുത്ത ഒരു ജീവാത്മാവ്, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ഒരു ജീവാത്മാവ് എന്താണ് ചെയ്യേണ്ടത്? ഇനിയും ഈ ഭൗതിക ലോകത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ ജീവിതം തുടരാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കർമ്മത്തിനനുസരിച്ചുള്ള ഒരു ബോഡി അടുത്ത ലൈഫിൽ കിട്ടുകയും അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഈ ഭൗതിക ഇന്ദ്രിയ ആസ്വാദനം തുടർന്നു കൊണ്ടേയിരിക്കാം. നേരെ മറിച്ച് ഈ ഭൗതിക ലോകത്തിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ഇത് എന്റെ ലോകമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ജീവാത്മാവിന് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ആചാര്യന്മാരെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന ഹരിനാമ ജപവും ഹരിനാമ സങ്കീർത്തനവും ഭാഗവത പഠനവും മറ്റ് ഉപാധികളെല്ലാം. അപ്പോ ബുദ്ധിമാനായ ഒരു ജീവാത്മാവ് അത് മനസ്സിലാക്കുകയും ആ മാർഗങ്ങൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്കതിന് ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. നമുക്ക് ഇനി ഈ പുറപ്പെടൽ ഇനിയും ഉണ്ട്, ഞാൻ വായിക്കാം. ഇപ്രകാരം ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ അധിപനാകുന്നു. ഭൗതിക പ്രപഞ്ചത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടെടുക്കാൻ ഭഗവാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളെ സ്വയം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും കാലോചിതമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. എന്നു മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ ഭഗവാനെ ലവലേശം ബാധിക്കുന്നില്ല. പരിമളം വമിപ്പിക്കുന്ന പദാർത്ഥവുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെടാതെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുന്നത് പോലെ ഭഗവാൻ ഉപരിപ്ലവമായി മാത്രമേ ഈ ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുന്നുള്ളൂ. ആകയാൽ സർവവിധ കഠിന പ്രയത്നത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ തന്നെയും അദൈവിക പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഭൗതിക പ്രപഞ്ചത്തിലെ ത്രിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി, ഭൗതിക പ്രപഞ്ചത്തിലെ ഈ 3 വിധ ക്ലേശങ്ങളെ കഷ്ടപ്പെടുന്ന ജീവാത്മാക്കളെ
വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക പ്രകൃതി ഉണ്ടാക്കിയതും ഭൗതിക പ്രകൃതിയെ നിലനിർത്തുന്നതും അതിനെ നശിപ്പിക്കുന്നതും എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതായി, പരിമളം വമിപ്പിക്കുന്ന പദാർത്ഥവുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുക. അതായത് നമ്മളൊരു പുഷ്പത്തിന്റെ മണം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ആ പുഷ്പം പറിക്കണമെന്നില്ല. കാരണം അതിന്റെ അടുത്ത് പോയി സ്മെല്ല് ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ പരിമളം ആസ്വദിക്കാൻ കഴിയും. എന്നതുപോലെ ഭഗവാൻ ഇതിനെ ഒന്നും തൻ്റെ എന്താ പറയാ, അത് ഭഗവാൻ അങ്ങനെ ആസ്വദിക്കാൻ എപ്രകാരമാണോ നമ്മൾ ആ പരിമളം ആസ്വദിക്കുന്നത് അപ്രകാരം ഭഗവാൻ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നാണ് ഇതിൽ ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ അദൈവിക പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. ഭൗതികമായ പദാർത്ഥങ്ങൾക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അദൈവികമായ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കാൻ സാധ്യമല്ല. അദൈവികമായത് എന്താണ്? നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങളാണ്. അതായത് നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ സമീപിക്കുവാൻ സാധ്യമല്ല എന്ന് ഈ പർപ്പട്ടിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോ ഈ ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ഭഗവാന്റെ ഐശ്വര്യങ്ങൾ എന്താണ്, 6 ഐശ്വര്യങ്ങളെ കുറിച്ച് പ്രഭുപാദ് ഇതിൽ പറയുന്നു, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 6 ഐശ്വര്യങ്ങൾ എന്താണ്, ഭഗവാനും ഭഗവാന്റെ സൃഷ്ടികളുമായ ജീവാത്മാക്കളും തമ്മിലുള്ള പരമപ്രധാനമായ വ്യത്യാസം എന്താണ്, ഭഗവാൻ സൃഷ്ടാവും ജീവാത്മാക്കൾ സൃഷ്ടികളുമാണ് എന്നുള്ള വളരെ പരമപ്രധാനമായ ഒരു വ്യത്യാസം ഈ ശ്ലോകത്തിൽ പറഞ്ഞു. 2, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ 6 ഐശ്വര്യങ്ങൾ എന്താണെന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അതുകൂടാതെ ഭഗവാൻ എപ്രകാരമാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഭഗവാൻ ഈ പറഞ്ഞ സൃഷ്ടികളിലൊന്നും ഭഗവാൻ എന്താ പറയാ, ആ പൂവിലെ സ്മെല്ലെടുക്കുന്നത് പോലെ ഉപരിപ്ലവമായി മാത്രമേ ഭൗതിക പ്രകൃതിയുമായി ഭഗവാൻ ബന്ധപ്പെടുന്നുള്ളൂ എന്നും ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഈ ഭാഗവതം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്, ഞാൻ പറഞ്ഞു. അപ്പോ ഈ ക്ലാസ്സിലിരിക്കുന്നവരെല്ലാം വളരെ ഉന്നതരായ വ്യക്തികളാണ്, വളരെ ഉന്നതരായ വൈഷ്ണവരാണ്. പ്രത്യേകിച്ചും പരമപൂജ്യനായ മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ ശിഷ്യന്മാർ. കാരണം മഹാരാജ് വന്നിട്ട് ഭാഗവതത്തിന്റെ ഒരു പെർസോണിഫിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തെ പോലെ ഭാഗവതം മനസ്സിലാക്കിയ വേറൊരു ആചാര്യൻ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് നമുക്ക് ഇവിടെയുണ്ട്. അപ്പൊ അവരുടെ മുന്നിലെല്ലാം ഭാഗവതം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഒരു അനുഗ്രഹമാണ്. ഒരേ സമയം വലിയൊരു ചലഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്തരം അത്രയും ഭാഗവതം മനസ്സിലാക്കിയ വ്യക്തികളുടെ ഇടയിൽ ഞാൻ എന്ത് പറയും? കാരണം ഞാൻ ഇതുവരെ ഭാഗവതം ആ രീതിയിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ദീക്ഷാ സമയത്ത് ദീക്ഷയുടെ ഭാഗമായി, ദീക്ഷ ലഭിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷന്റെ ഭാഗമായി നമ്മൾ ഭാഗവതം ഫസ്റ്റ് കാൻഡോ വായിച്ചിരിക്കണം. ആ ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു ഞാൻ അന്ന് ഭാഗവതം ഫസ്റ്റ് കാൻഡോ എല്ലാം വായിച്ചിരുന്നത്. അപ്പോ ഇത്തരം വലിയ ഉന്നതരായ ഭക്തന്മാരുടെ മുന്നിലും പിന്നെ മറ്റു ഉന്നതരായ വൈഷ്ണവരെല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ എന്താ പറയാ, പല വൈഷ്ണവർ, പേര് ഞാൻ ഓരോരുത്തരും പറയുന്നില്ല. അവരുടെ മുന്നിലെല്ലാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്തെങ്കിലും തെറ്റുകളോ അഡീഷനോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് കരുതി ക്ഷമിക്കണം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മുതിർന്ന ഭക്തന്മാർ എന്നെ ഇത് ശരിയായ രീതിയിൽ ഈ ശ്ലോകത്തെ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്. എന്തെങ്കിലും കറക്ഷനോ അഡീഷനോ ഉണ്ടെങ്കിൽ ദയവായി കറക്റ്റ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജിയുടെ വിനയം, ഗുരുത്വവും വിധേയത്വവും ഇതൊക്കെ പ്രശംസനം തന്നെയാണ്. മനസ്സിലായോ? വളരെ ഇതായിട്ട് പ്രഭു ക്ലാസ് പറഞ്ഞു. വളരെ സന്തോഷം. പ്രഭു പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇങ്ങനെ, അതായത് കഥാമൃത പ്രഭുവും
വൈഫും കൂടെ ഉള്ള മാതാജിയും കൂടെ ഉള്ള ഒരു പരിപാടി ഒരു യോഗ്യതയില്ലാത്ത എനിക്കും തന്നു ആ ഒരു അവസരം. അത് പ്രഭു പറഞ്ഞ കണക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നമ്മള് പ്രഭു പറഞ്ഞതുപോലെ നമുക്ക് അപാകതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്നൊക്കെ പറഞ്ഞു. വളരെ സന്തോഷം. പിന്നെ ഇതിലൊരു നമ്മൾ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്കത് കിട്ടില്ല എന്നും പ്രഭു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിലൊരു പാകപ്പങ്കാക്കാൻ വേണ്ടി 2 വരികൾ പറയുന്നതാണ്. അല്ലാതെ എനിക്കും അതായത് പൂന്താനം പറയുന്നുണ്ട്, കർമ്മഫലങ്ങൾക്ക് വിളഭൂമിയാകിയ ഈ ജന്മദേശം ഈ ഭൂമി. അപ്പൊ നമ്മൾക്ക് ഇവിടെ വന്നിട്ട് കർമ്മഫലങ്ങളിൽ കുടുങ്ങാം, ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഞാൻ ഒരു 4-ാം സ്കന്ധത്തിലെ പൃഥ്വിരാജാവിന്റെ പുത്രനായ വിജിതാശ്വ അന്തർധാനം എന്ന് പേര് കൊടുക്കുന്നത് ദേവേന്ദ്രനിൽ നിന്നാണ്. ആ ദേവേന്ദ്രനെയൊക്കെ കുറെ വലിയ കഥകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. രാജാവായിരിക്കെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതിന് അവരെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകയാൽ നിർദാക്ഷിണ്യമായി അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഈ രാജ പദവിയിൽ നിന്ന് വിരമിക്കുമെന്നാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ട, നമ്മൾ ദിവസം എന്തൊക്കെയാ ചെയ്യുന്നതല്ലേ. ഒരു രാജാവായിരിക്കെ അദ്ദേഹത്തിന് ആ മനോഭാവം ഉണ്ടായപ്പോ. ഹരേ കൃഷ്ണ പ്രഭുജി. എനിക്കൊന്നും അറിയില്ലെങ്കിലും പ്രഭുവിന്റെ ക്ലാസ്സിൽ ഒരു ആളാകാൻ വേണ്ടി ഒരു അവസരം തന്നതിനും നന്ദി. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് മാതാജി. ആ ഒരു കറക്ഷനും ആ ഒരു അഡീഷനും താങ്ക് യു വെരി മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. All glories to Guru and Gauranga. All glories to the assembled Vaishnavas. ഹരേ കൃഷ്ണ പ്രഭു. ധന്യവാദ് പ്രണാം. പ്രഭു മനോഹരമായി കീർത്തനം ചെയ്യാൻ മാത്രമല്ല, പ്രഭുവിന്റെ ക്ലാസ്സും വളരെ നല്ല ക്ലാസ് ആണ്. ദയവായി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലാസ് ഇതുപോലെ തരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്നായിരുന്നു പ്രഭു. ഞാനിത് 2ാമതാണ് പ്രഭുവിന്റെ ലെക്ചർ കേൾക്കുന്നത്. വളരെ നന്നായി പറഞ്ഞു. GYCന്റെ ഒരിക്കൽ ലൈവ് കേട്ടിട്ടുണ്ട്. പ്രഭു നല്ല പോലെ സൂപ്പർബായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരു കുറവുമില്ല പ്രഭു. എന്റെ ഇതിൽ പറയാണ് ഞാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. വളരെ നന്നായിട്ട് പ്രഭുവിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോഴേക്കും ഫസ്റ്റ് ടൈം ക്ലാസ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുവായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ പ്രഭു. വളരെ നൈസായിട്ട് പ്രഭു ക്ലാസ് എടുത്തു. വളരെ നല്ല ഫ്ലോ ആയിരുന്നു. താങ്ക് യു പ്രഭു. നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. സത്യത്തിൽ ഇത് എന്റെ ആദ്യത്തെ ഭാഗവതം ക്ലാസ് ആണ് ജീവിതത്തിൽ. ഞാൻ ഇതുവരെ ഭാഗവതം ക്ലാസ് എടുത്തിട്ടില്ല മാതാജി. ആകെ കൂടി ഭഗവത്ഗീത മാത്രമേ എടുക്കാറുള്ളൂ. അതും വളരെ അപൂർവമായിട്ടേ എടുക്കുള്ളൂ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ കുറച്ചൊരു ക്ലാസ് എടുക്കാൻ ഒരു ചെറിയൊരു എന്താ പറയാ പേടിയോ എന്താ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് എപ്പോഴും മനസ്സിൽ. നമ്മള് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് മാതാജി. ഹരേ കൃഷ്ണ ഹരേ പ്രഭുജി. കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ട് എടുക്കണമെങ്കിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തോന്നിയില്ല. ഹരേ കൃഷ്ണ. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഓൾ ഗ്ലോറീസ് ടു ഗുരു ആൻഡ് ഗൗരംഗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ധന്യവാദ് പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ക്ഷമിക്കണം പ്രഭു. പ്രഭുവിന്റെ ഓഡിയോ എനിക്ക് ശരിക്കും ക്ലിയർ ഇല്ല പ്രഭു. ചക്രപ്രഭുവിന്റെ വോയിസ് ക്ലിയർ അല്ല. കേൾക്കാമോ പ്രഭു? ഇപ്പൊ കേൾക്കാം പ്രഭു. പ്രഭു താങ്ക് യു സോ മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നമ്മളെല്ലാരും പ്രിപ്പയർ ചെയ്ത്, ഞാൻ എന്റെ കാര്യം പറയുന്നത് എല്ലാവരും അല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ നേരത്ത് മാക്സിമം നോക്കിയിട്ട് സോറി ചക്രപ്രഭുവിന്റെ വാക്കുകൾ ക്ലിയർ അല്ല. ക്ലിയർ അല്ല പ്രഭു. നിറയെ ബ്രേക്ക് ആവുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണസേവ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ്. ഹരേ ഒരു കാര്യം പറയണം പ്രഭു. കാരണം ഇന്നത്തെ പേൾസ് ഓഫ് വിസ്ഡത്തിൽ ഞാൻ ഇന്ന് വായിച്ചതാണ് രാവിലെ. ഒരു കയ്യിൽ ജപമാലയും മറു കയ്യിൽ ഒരു തുണിയും വേണമെന്നാണ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് ഇന്നത്തെ പേൾസ് ഓഫ് വിസ്ഡത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലായിടത്തും ക്ലീൻ ചെയ്തുകൊണ്ട് എത്രയും
ക്ലീൻലിനെസ് ഇസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ് എന്ന് ശില പ്രഭുപാദ് പറഞ്ഞിട്ടുള്ള പോലെ മഹാവിഷ്ണു ഗോസ്വാമി പറയുന്നത് ഒരു കയ്യിൽ ജമാലയും മറു കയ്യിൽ ഒരു തുണിയും എടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കൂ എന്ന്. അത് പലതരത്തിലും എടുക്കാമെന്ന് തോന്നുന്നു. കാരണം ആ ക്ലീൻലിനെസ് നമ്മുടെ ഹാർട്ടിലും ക്ലീൻ ആകണം എന്ന ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്വതവേ ആ ഒരു ക്ലീൻലിനെസ് എപ്പോഴും സൂക്ഷിക്കണമെന്നാണ് മഹാരാജ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിലും അത് ഞാൻ ട്രൈ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു വളരെ വളരെ ഗംഭീരമായ ക്ലാസ് ആണ് സാർ പ്രഭു എടുത്തത്. ശരിക്കും ഒരു പുതിയ ആള് എന്നൊന്നും നമുക്ക് തോന്നിയില്ല. ശരിക്കും നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് പ്രഭു ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇനിയും പ്രഭുവിന്റെ ക്ലാസ് വേണം. സംഘർഷം പ്രഭു പറഞ്ഞതുപോലെ നല്ലൊരു ഗാന ഗന്ധർവനുമാണ്, അതുപോലെ നല്ലൊരു ഭാഗവത പ്രചാരകനുമാണ് എന്ന് പ്രഭു തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം. എനിക്ക് പ്രഭുവിനോട് ആവശ്യപ്പെടാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും കൂടുക എന്നും കൂടെയാണ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്ന ഈ മനോഹരമായ ഈ ഭാഗവത സത്സംഗത്തില് ലോകത്ത് എവിടെയുണ്ടെങ്കിലും പ്രഭുവിന് ഓൺലൈനിൽ കയറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രഭു, മാതാജി എല്ലാവരും നമ്മുടെ കൂടെ കൂടണം. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് പ്രഭുവിന്റെ ഇതേപോലത്തെ ക്ലാസ്സും നമുക്ക് വേണം. വളരെ സന്തോഷമുണ്ട് പ്രഭു. വളരെ വളരെ നന്ദിയുണ്ട്. നന്ദി. താങ്ക് യു വെരി മച്ച് പ്രഭു. ഇങ്ങനെ ഒരു അവസരം തന്നതിനും നിങ്ങളുടെ മുന്നിലെല്ലാം പറയാനുള്ള ഒരു അവസരം തന്നതിനും താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സൂപ്പർ ആണ് ക്ലാസ്. ഹരേ കൃഷ്ണ. ഓൾ ഗ്ലോറീസ് ടു ഗുരു ആൻഡ് ഗൗരംഗ പ്രഭു. ശരിയാണ്. ഹരേ കൃഷ്ണ. Hare Krishna. I have to say that, your humbleness gives a lot, it is giving a lot to the people. All glories to Guru and Gauranga. I feel, ഒരു എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ഫീൽ ചെയ്യുന്നതിന് പകരം നമ്മളൊരു പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ I am the one know everything എന്ന് ചിന്തിച്ച് തുടങ്ങുമ്പോൾ you will be with full of knowledge. It will be keep flowing from the God to you. The whatever you speaks, that will be the best in the world. So അങ്ങനെ വരുമ്പോൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ ഒരു അംശമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾക്കൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും ദൈവം ഉണ്ട്. നമ്മൾ ആ ദൈവത്തിന്റെ മാത്രം ഒരു അംശമായിട്ടാണ് വരുന്നത്. സോ ഐ ഫീൽ ഓൾവേസ് കംഫർട്ടബിൾ ഇൻ ദാറ്റ്. പിന്നെ നാലാമത്തെ കാര്യം, ഐ ഫെൽറ്റ് യുവർ പേഴ്സണലി യു ക്യാൻ ടേക്ക് വൺ ടാബ്ലറ്റ് സെട്രിസിൻ. ഭയങ്കരമായിട്ട് ഒരു so please, cetirizine will give you a lot, instead of ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് വരുന്നതിന് പകരം നോസ് സൈനസിൽ നിന്നുള്ള ആ ഫ്ലൂയിഡ്സ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഒരു ടാബ്ലറ്റ് സെട്രിസിൻ രാവിലെയും വൈകിട്ടും എടുത്താൽ വളരെ നന്നായിരിക്കും. സോ പ്ലീസ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you very much, Mataji, for your blessings. And cetirizine, I will definitely take, Mataji. Hare Krishna. Sure. Please take care. Thank you so much. Take care of your health. Hare Krishna, Mataji. Hare Krishna. ഹരേ കൃഷ്ണ. പദാം പ്രഭു എന്തെങ്കിലും പറയുന്നുണ്ടോ? താങ്കൾ അൺമ്യൂട്ടിലാണ്. പ്രഭു, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിന്റെ വോയിസ് എനിക്ക് ബ്രേക്ക് ആയിട്ടാണ് ക്ലിയർ ഇല്ല പ്രഭു, ക്ലിയർ ഇല്ല. റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു പ്രഭു. സോറി പദാം പ്രഭു, താങ്കളുടെ വാക്കുകൾ ക്ലിയർ അല്ല. ലൈന് ക്ലിയർ അല്ല പദാം പ്രഭു. ഒരു പോയിന്റ് ഇന്ന് രാവിലത്തെ ഒരു ലെക്ചറിൽ ഇങ്ങനെ കേട്ടു. രാധേശ്യാം പ്രഭുന്റെ ട്രാൻസ്ലേഷൻ പറയുന്നു. കേൾക്കാവോ പ്രഭു? ഇപ്പൊ ക്ലിയർ ആണ് പ്രഭു. ഓക്കെ. പർപ്പോട്ടിൽ പോലെ പർപ്പോട്ടിന്റെ ലാസ്റ്റ് ലൈനില് ഒരു പോയിന്റ് പറയുന്നുണ്ട്. പ്രഭുപാദ് പറയുന്നുണ്ട്, therefore can never approach despite of all endeavors.
പതിതാം പ്രഭു ഒട്ടും ക്ലിയർ അല്ല. Last ഹരേ കൃഷ്ണ, സോറി പതാം പ്രഭു, ഒട്ടും ക്ലിയർ ആവുന്നില്ല, നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ദയവായി ക്ഷമിച്ചാൽ. സോറി പതാം പ്രഭു, ഒന്നും കേട്ടൂടാ. ദ്വാരകമാജി. ഹരേ കൃഷ്ണ പ്രഭു, എനിക്ക് തോന്നുന്നു പ്രഭു ആക്ച്വലി അപ്പം ഇതൊരു ട്രാവലിംഗ് ആയിരിക്കും, കേൾക്കാൻ പറ്റില്ലായിരിക്കും. ഭഗവാന്റെ ഗ്രേറ്റസ്റ്റ്. ഹരേ കൃഷ്ണ, കേക്കാവോ? പ്രഭു ഇപ്പൊ കേൾക്കാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതായിരുന്നു, ബാക്കി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാവോ എന്ന് ചോദിച്ചത് മാത്രം കേൾക്കാൻ പറ്റുന്നുണ്ട് പ്രഭു. സോറി പതാം പ്രഭു, ഒന്നും കേട്ടൂടാ, താങ്കളുടെ ലൈൻ ഒട്ടും ക്ലിയർ അല്ല, ദയവായി ക്ഷമിച്ചാലും. ഡിയർ പ്രഭുസ് ആൻഡ് മാതാജീസ്, ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന പ്രിയപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് കൃഷ്ണസേവാദാസ് എന്നാണ്. കൃഷ്ണസേവാദാസ് പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് ഗ്രേസ് സംഘർഷൻ അധികാരി പ്രഭുവിന്റെ മഹാരാജിന്റെ ഇഷ്ടപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. ശരിക്കും വളരെ വിനയമുള്ള ഒരു ടീം ഓഫ് ഡിവോട്ടീസ് ആണ് ഹിസ് ഗ്രേസ് സംഘർഷൻ അധികാരി മഹാരാജിന്റെ ശിഷ്യന്മാര്. തിരുവനന്തപുരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മഹാഭാഗ്യമുണ്ട് ഇത്തരം ഭക്തന്മാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരം. എന്നാണോ നമ്മൾ ഈ ഡ്യൂട്ടിമാരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നത്, അന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നമ്മൾ പോലും അറിയാതെ അവർക്ക് നമ്മൾ കൊടുത്തേക്കും. അത്രയ്ക്കും വിനയപൂർവ്വം സ്നേഹപൂർവ്വം പരസ്പരം സന്തോഷിച്ച് സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്ന ഈ മനോഹരമായ ടീമിലുള്ള ഒരു ഡ്യൂട്ടിയാണ് പ്രിയപ്പെട്ട കൃഷ്ണസേവാദാസ് പ്രഭു. കൃഷ്ണദേവാസ് പ്രഭുവിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട, കൃഷ്ണഗാനം കേട്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും കൃഷ്ണസേവ പ്രഭുവാണ് പാട്ട് പാടുന്നതെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും പോവത്തില്ല, അത് കേട്ടിട്ടേ പോകത്തുള്ളൂ. അത്ര ഹൃദയസ്പർശിയായ നല്ല മനോഹരമായ ഗാനഗന്ധർവന്റെ സൗണ്ടാണ് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് ഒരു മഹാഭാഗ്യം കിട്ടി പ്രഭുവായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ. ഞാൻ പ്രഭുവായിട്ട് പ്രത്യേകിച്ചും പ്രഭുവിനെ ഞാൻ നോട്ട് ചെയ്യുന്നത് കാട്ടാക്കട രഥയാത്ര നടന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ പ്രഭുവിനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനോഹരമായ കീർത്തനം നമ്മളെ എല്ലാവരെയും സ്പർശിച്ചു. പിന്നെ എവിടെയൊക്കെ പ്രഭുവിന്റെ പാട്ടുകളുണ്ടോ അതെല്ലാം ഞാൻ വളരെ ദൂരെ ഇരുന്ന് ആസ്വദിച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെ എത്ര ആൾക്കാരാണ് പ്രഭുവിന്റെ പാട്ട് ആസ്വദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വളരെ ഗംഭീരമായ ഒരു വോയിസിന്റെ ഉടമയായ പ്രഭുവിന് അത്രത്തോളം സൗന്ദര്യത്തോടു കൂടി തന്നെ മനോഹരമായ ശ്രീമദ് ഭാഗവത ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഇന്നോടുകൂടി തെളിയിച്ചിരിക്കുന്നു. ഹൃദയപൂർവ്വം പ്രഭുവിനെ ഇനിയുമുള്ള ക്ലാസ്സുകളിൽ ആത്മാർത്ഥമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓൾ ഗ്ലോറീസ് ടു ഗുരു ആൻഡ് ഗൗരംഗ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഓക്കെ.